അപ്പോൾ നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു ലോങ് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് നമുക്ക് 2 kg 2 ടയറാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ സ്പഞ്ച് റെഡിയാക്കി എടുത്തു. സ്പഞ്ച് വന്നിട്ട് നമുക്ക് നോർമൽ വാനില മിക്സ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ സ്പഞ്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സോസ് തയ്യാറാക്കണം. സോസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം 1 കപ്പ് ഷുഗർ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം, നോർമൽ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത ടൈമിൽ എന്താവും, ജസ്റ്റ് ഒന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഒരു പേടിയും പേടിക്കേണ്ട, കട്ട പിടിച്ചാലും ചെയ്യുന്നില്ല. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്താവും, ഈ ഒരു സോസ് റെഡി ആയി കിട്ടും. നമുക്ക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 16 grams ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടർ വന്നിട്ട് നമുക്ക് അൺസാൾട്ടഡ് ഉപയോഗിക്കാം, സാൾട്ടഡ് ഉപയോഗിക്കാം. അൺസാൾട്ടഡ് ആണെങ്കിൽ നമ്മളൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, സാൾട്ടഡ് ആണെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതാണ് വ്യത്യാസം കേട്ടോ. അങ്ങനെ നമ്മൾ അത് തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാരമലൈസ് നട്ട്സാണ് ചെയ്തെടുക്കേണ്ടത്. ഈ കാരമലൈസ് നട്ട്സിന് ആവശ്യം ഇതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലോട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നട്ട്സ് പൊടിക്കുക ചതക്കൊന്നും ചെയ്യേണ്ട, അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ റൗണ്ട് ടൈപ്പ് പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇത് ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു 10 minutes ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാറി വരും. നല്ല ചൂടാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മെല്ലെ ഇങ്ങനെ പറിച്ചെടുക്കുക. അങ്ങനെ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആവട്ടോ, അല്ലാണ്ട് ഇങ്ങനെ നമുക്കൊരു പൊടിഞ്ഞ് അങ്ങനെ കിട്ടില്ല. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഉണ്ടാവുക. എന്നിട്ട് നമ്മളത് ഒന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി. എന്നിട്ട് നമുക്ക് പിന്നെ വിപ്പിംഗ് ക്രീം വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, നിർബന്ധമല്ല. ഞാനിപ്പോൾ എല്ലാത്തിലും ആഡ് ചെയ്യുന്ന കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഷുഗർ സിറപ്പിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു സോസ് മിക്സ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് സിറപ്പ് തയ്യാറാക്കുന്നത്. നിങ്ങൾ പാലോട്ടാണ് വെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലെടുക്കുക, അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇതിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിന് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാറ്. വിപ്പിംഗ് ക്രീമിൽ ചേർക്കണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം വന്നിട്ട് പ്രിസ്റ്റിൻ്റെ കമ്പനിയാണ് കേട്ടോ. അതായത് വിവോൻ്റെ വേറൊരു വിവോ ആണ് സംഭവം, പക്ഷേ ആ വിവോ പേര് മാറ്റിയിട്ട് പ്രിസ്റ്റിനാക്കിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പിന്നെ നമുക്ക് ഓർഡേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫില്ലിങ്സ് ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലോണം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ ഭംഗി, ഇത് രണ്ടുമാണ് നമ്മുടെ കേക്കിന് പിന്നെ ഓർഡർ കിട്ടാനുള്ള മെയിൻ കാരണങ്ങൾ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. റെഫറൻസ് പിക്ക് അവർ തന്ന ആ സെയിം കളർ വെച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ആദ്യം ചെയ്തെടുത്തത്. പക്ഷേ അതല്ല, പിന്നെ എൻ്റെ ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ലടാ, കളർ ഇങ്ങനെയാണ്, ഈ ഒരു കളറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കളർ യൂസ് ചെയ്യുന്നത് മാജിക് കളേഴ്സിലാണ് ഞാൻ ഉപയോഗിക്കാറ്. മാജിക് കളേഴ്സ് കമ്പനിയിൽ പല വെറൈറ്റി കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. ഏത് കളറാണ് നമുക്ക് ആവശ്യം ആ ഒരു കളറാണ് ഞാൻ ഉപയോഗിക്കാറ്. നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ടോപ്പേഴ്സ് വന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പ്രിൻ്റ് എടുത്താണ്. ഞാൻ ഇൻഷോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കാറാണ്. പ്രിൻ്റ് എടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കേക്കിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അതായത് ഇത് നമുക്ക് എഡിറ്റിങ് ചെയ്യാൻ കുറച്ച് ടാസ്ക് തന്നെയാണ്. എല്ലാവരും വിചാരം ഭയങ്കര സിമ്പിളാണ്, എഡിറ്റ് ചെയ്തങ്ങ് വെച്ചാൽ പോരെ. അങ്ങനെയല്ല, ഇത് ടാസ്ക് തന്നെയാണ്. നമ്മൾ ഓരോ ഇതിൽ പോയി കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കേക്കിൽ പ്രിൻ്റഡ് വെച്ചാൽ പോരെ, ആ പ്രിൻറ്റിൻ്റെ ക്യാഷ് പോരെ, അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് ടൈം ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളൊരു ടോപ്പർ വെച്ച് കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, കളർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കളർ ആഡ് ചെയ്തിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബിഗിനേഴ്സൊക്കെ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രം ക്രീം എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.